നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് തൃപ്പൂണിത്തുറ എംഎൽഎ കെ ബാബു ആരോഗ്യ പ്രശ്നങ്ങളും വ്യക്തിപരമായ കാരണങ്ങളും കൊണ്ടാണ് പിന്മാറ്റമെന്നും ബാബു പറഞ്ഞു. പിൻഗാമിയായി ആരുടെയും പേര് മുന്നോട്ട് വെച്ചിട്ടില്ല എന്നും മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമാണെന്നും മുൻ എക്സൈസ് മന്ത്രി കൂടിയായ ബാബു വ്യക്തമാക്കി. അതേസമയം കെ ബാബു ഔദ്യോഗികമായി പിന്മാറിയതോടെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് സജീവമാക്കി. തുടക്കത്തിൽ ഇടത് വലത് മുന്നണികളെ മാറി മാറി സ്വീകരിച്ച മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. എന്നാൽ 91-ൽ കെ ബാബു തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനെത്തിയതോടെ UDFന്റെയും കോൺഗ്രസിന്റെയും കുത്തക മണ്ഡലമായി തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം മാറി. തുടർച്ചയായി 5 തവണയാണ് കെ ബാബു മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിയത്. രാഷ്ട്രീയ സാഹചര്യങ്ങളും ആരോപണങ്ങളും കടുത്ത 2016-ൽ എം സ്വരാജിനോട് പരാജയപ്പെട്ടു. 21-ൽ അതേ സ്വരാജിനെ പരാജയപ്പെടുത്തി വീണ്ടും MLA. ഇത്തവണ അധികാരത്തിലെത്തിയാൽ വീണ്ടും മന്ത്രിപദത്തിലേക്ക് എത്തുമെന്ന ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതായി കെ ബാബു പ്രഖ്യാപിച്ചത്. ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, എനിക്ക് താല്പര്യമില്ല, എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അല്ല, മത്സരിക്കാനുള്ള പ്രധാന കാരണം വിജയസാധ്യതയുടെ കുറവല്ല. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ UDFന് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് അങ്ങനെ വിജയസാധ്യതയെക്കുറിച്ചൊരു സംശയം ഒരിക്കലും ഉണ്ടായിട്ടില്ല. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ശക്തമായ ത്രികോണ മത്സരത്തിന്റെ സാധ്യതയാണ് തൃപ്പൂണിത്തുറയിൽ ഇപ്പോഴുള്ളത്. കോൺഗ്രസിന് വേരോട്ടമുള്ള മണ്ഡലത്തിൽ BJP ശക്തമായ സാന്നിധ്യമാണ്. തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഉൾപ്പെടെ വലിയ നേട്ടമാണ് BJP ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി 15% മുകളിലാണ് BJPയുടെ വോട്ട് ശതമാനം. 2011-ലെ 3.77% നിന്നാണ് BJPയുടെ വളർച്ച. അതേസമയം അത്തരം ആശങ്കകൾക്ക് ഇടമില്ലെന്നാണ് MLA വ്യക്തമാക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ LDFും UDFും തമ്മിലായിരിക്കും മത്സരം. തൃപ്പൂണിത്തുറയിൽ അടുത്ത കാലത്തായിട്ട് CPM കുറച്ച്, BJP കുറച്ച് ശക്തിപ്പെട്ടിട്ടുണ്ട്. ചില ധ്രുവീകരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. സമീപകാലത്താണ് BJPക്ക് അനുകൂലമായിട്ടൊരു ധ്രുവീകരണം കേരളത്തിൽ പൊതുവെ ഉണ്ടായത്. പക്ഷെ എന്നാലും അവിടെ BJPക്ക് 2ാം സ്ഥാനത്തെത്താനുള്ള സാഹചര്യമൊന്നും ഞാൻ കാണുന്നില്ല. രാജു P. നായരും രമേഷ് പിഷാരടിയും തമ്പി സുബ്രഹ്മണ്യവുമെല്ലാം മണ്ഡലത്തിൽ കോൺഗ്രസ് പരിഗണിക്കുന്നവരിൽ പ്രധാനികളാണ്. ഒരുപക്ഷെ സർപ്രൈസ് സ്ഥാനാർത്ഥികളും മണ്ഡലത്തിലേക്ക് എത്തിയേക്കാം. ഏതായാലും മധ്യ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി തൃപ്പൂണിത്തുറ ഒരിക്കൽ കൂടി മാറുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി.